ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ജിമ്മിലാണ്. ഞാൻ വിചാരിച്ചു ജിമ്മിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്ന്. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞൊരു 6:15 ആകുമ്പോഴേക്ക് ജിമ്മിൽ പോകും കേട്ടോ. 6:15 മുതൽ ഒരു 7:30-8 മണി വരെയൊക്കെ ഉണ്ടാവും മിക്കവാറും. ചിലപ്പോൾ നേരത്തെ ചെല്ലുവാണെങ്കിൽ അതിലും നേരത്തെ ഇറങ്ങും. ഇന്ന് കുറച്ച് നേരത്തെയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടൊക്കെ അനുസരിച്ചിരിക്കും. കുറേ നേരം റെസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ജിമ്മിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാനുള്ള പെർമിഷൻ കുഴപ്പമില്ല, ഫോണൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അവിടെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവർക്കും ഡിസ്റ്റർബ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ ഇത് ജിമ്മിൽ സാധനങ്ങൾ വെക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷെ ഞാൻ ഷൂ ഒന്നും അവിടെ വെച്ചിട്ട് പോകാറില്ല. എല്ലാ ദിവസവും കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും, അങ്ങനെയാണ് ചെയ്യാറ്. ഷൂവും ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോകും. വെള്ളം കുപ്പി ഓഫീസിൽ വെച്ചിട്ടുണ്ടാവും. ഓഫീസിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് വന്നത്. ആലുവയിൽ തന്നെയുള്ള ജിമ്മിലാണ് കേട്ടോ ഞാൻ പോണത്. എല്ലാ ജിമ്മും അതെ, മേളിലായിരിക്കും ജിമ്മുണ്ടാവുക. കയറി ഇറങ്ങി വയ്യാതാവും ഒന്നാമത്തെ കാര്യം തന്നെ. ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ ഡയറ്റ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മഴ ഉണ്ടായിരുന്നു, കുറേശ്ശെ മഴയൊക്കെ ഉണ്ട് ഇവിടെ. 2-3 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ? പിന്നെ പിള്ളേർ ഇപ്പോൾ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടാവും. പിള്ളേർക്ക് ഇപ്പോൾ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം 6 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവർ തിരിച്ച് വരുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ കടയിലൊക്കെ കയറിയിട്ട് ലേറ്റായിട്ടായിരിക്കും പോകുന്നത്. ഇന്ന് എനിക്കങ്ങനെ കടയിലൊന്നും കയറാനില്ല. അതുകൊണ്ട് തന്നെ നേരെ ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. 7:45 എങ്ങാണ്ടായിട്ടുള്ളൂ. 7:44. ഇന്ന് കുറച്ച് ഞാൻ നേരത്തെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഒരു 8 മണിയൊക്കെ ആവും ഇറങ്ങാൻ നേരത്ത്. അപ്പോൾ കടയിലൊക്കെ കയറി വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് ലേറ്റാവും. അപ്പോഴത്തേക്കും ഞാൻ വീടെത്തിയിട്ടുണ്ട്. വീട്ടിലെ അവസ്ഥ ആസ് യൂഷ്വൽ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ട്യൂഷന് പോകാൻ പോയ നേരത്തൊക്കെ ബുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ട് അലമ്പാക്കിയിട്ടാണ് പോയേക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് വന്നിട്ട് വേണം എടുത്ത് വെപ്പിക്കാൻ. ഞാനായിട്ട് എടുത്ത് വെക്കണില്ല, അവരെ കൊണ്ട് തന്നെ ഞാൻ എടുത്ത് വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത്യാവശ്യം വീട്ടിലെ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വേറെ റൂമൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല. മഴയൊക്കെ ആയതുകൊണ്ട് റൂമിൽ തുണികളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്, കാരണം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാം ഫാനിൻ്റെ ചോട്ടിലിടണേ. എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ചോറും പാത്രമൊക്കെ എടുത്ത് വെക്കും കേട്ടോ. ചോറും പാത്രം ഞാൻ എന്തായാലും എടുത്തു പോകും, കാരണം ചോറും പാത്രം എടുത്ത് വെച്ചില്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഓഫീസിൽ നിന്ന് തന്നെ കഴുകിയിട്ടാണ് വരുന്നതെങ്കിലും വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി കഴുകും. അപ്പോൾ പിള്ളേരുടെ ആയാലും ചോറും പാത്രം ഞാൻ അപ്പം തന്നെ എടുത്ത് വെപ്പിക്കും, കാരണം അല്ലെങ്കിൽ അതങ്ങോട്ട് വിട്ടു പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി മുട്ട അടുപ്പത്ത് വെക്കും. കാരണം ഇപ്പം മുട്ട കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് രാവിലെ വൈകുന്നേരം മുട്ട കഴിക്കാറുണ്ട്. 2-3 ഒക്കെ മുട്ട ഉണ്ടാവും. മുട്ട ആദ്യം പുഴുങ്ങാൻ വെച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുക. കാരണം അപ്പോഴത്തേക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും മുട്ട ഒന്ന് പുഴുങ്ങി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടുക്കള അത്യാവശ്യം വൃത്തിയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊന്നും കഴിക്കാതെയാണ് ട്യൂഷന് പോയേക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പോൾ അത് ഇരുത്തി കഴിപ്പിക്കണം, അല്ലെങ്കിൽ അത് വേസ്റ്റാവും. അപ്പോൾ അടുക്കള ഒരുപാട് മോശമില്ല, എന്നാലും അവിടെ ഇവിടെയും പാത്രങ്ങളും അതും ഇതൊക്കെ വലിച്ചുവാരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ 2-3 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെക്കുകയാണ്. ഇനി മുട്ട പുഴുങ്ങിയത് കണ്ടു കഴിയുമ്പം അവർക്കും വേണ്ടി വരും. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കണുള്ളൂ, ഉണ്ണി കഴിക്കണില്ല. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെളിച്ചെണ്ണ കുപ്പിയും അതും ഇതും ഉറുമ്പും. ഞാൻ അവിടെ പോയൊന്ന് ചാരി നിന്നതേ ഉള്ളൂ, എൻ്റെ മേത്തൊക്കെ ഉറുമ്പായി. അവരവിടെ എന്തോ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉറുമ്പ് എനിക്ക് മനസ്സിലായില്ല. ഈ കറുത്ത ടൈലായതുകൊണ്ട് ഉറുമ്പിനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ചാരി നിന്നപ്പോഴേക്കും മേത്ത് മൊത്തം ഉറുമ്പ് കടി കൊണ്ടു എന്തായാലും. അപ്പോൾ ഞങ്ങളുടെ മുട്ട ഇങ്ങനെ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. മിക്ക ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും. കടയിൽ പോയി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുള്ള പരിപാടികൾ ഇതാണ്. ഇന്ന് പിന്നെ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് പരീക്ഷയല്ലേ. പരീക്ഷ ആയതുകൊണ്ട് ഇനി പിള്ളേരെ പുറകെ കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ കുഞ്ഞൊക്കെ ഏകദേശം വരാറായിട്ടുണ്ട്. വന്നിട്ട് കാണാം ഇനി എന്തായാലും. എങ്ങനെയുണ്ടായി കുഞ്ഞുവിൻ്റെ എക്സാം? വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു. പഠിക്കണം, പഠിച്ചാൽ മാത്രമേ എളുപ്പമുണ്ടാവുള്ളൂ. പഠിച്ചില്ല ഞാൻ വന്നത്.
എന്നിട്ട് എന്താ എഴുതിയില്ല? അവിടെ കർസറൊക്കെ ചോദിച്ചു, അതും എഴുതാൻ പറ്റില്ല. ഏത് ചോദിച്ച്? കർസർ. നീ എവിടെ ഉറുമ്പൊക്കെ ആക്കിയിട്ടിട്ട് വേണ്ട, എന്റെ മേത്ത് നിറയെ ഉറുമ്പായി. ആദ്യത്തെ പ്രാവശ്യല്ലേ, ആദ്യത്തെ പ്രാവശ്യം ഐറ്റി കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവും തോന്നില്ല. ആദ്യത്തെ എക്സാമില് അപ്പം ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നും അരിയൊക്കെ കുതിരാൻ വേണ്ടി വെക്കുകയാണ്. രാത്രി വന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. കാരണം അല്ലാതെ വൈകുന്നേരം ഒന്നും ഇവിടെ ഇടാൻ ആരുമില്ലല്ലോ. പിള്ളേരോട് പറഞ്ഞാൽ അവർക്കത് അറിയില്ല. അതുകൊണ്ട് ഞാൻ അവരെ അതൊന്നും ഏൽപ്പിക്കാറില്ല. കാരണം അവർ ഒരു ഗ്ലാസ് അരി എടുത്ത് കഴിയുമ്പോൾ 2 ഗ്ലാസ് അരി നിലത്ത് വീണുണ്ടാവും. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകാൻ നിൽക്കണ്ടേ. അതിലും ഭേദം ഞാൻ വന്നിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. മഞ്ഞ ഞാൻ കഴിക്കില്ല, വെള്ളയും റോബസ്റ്റ് പഴമാണ് കഴിക്കുന്നത്. മഞ്ഞ ഞാൻ പിള്ളേർക്കും അധികം കൊടുക്കാറില്ല, കളയാറാണ് പതിവ്. കാരണം കഫക്കെട്ട് വരുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കും. പിന്നെ പിള്ളേർക്കുള്ള പാലൊക്കെ ഞാൻ റെഡിയാക്കി. ഹോർലിക്സും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ, അതൊക്കെ തീർന്നു. വേറെ ഒന്നുമല്ല, അതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം അതൊന്നും മേടിക്കാറില്ല. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴേക്കും കുഞ്ഞും അതിൽ നിന്ന് വന്ന് തോണ്ടി കഴിക്കണ്ടായിരുന്നു കേട്ടോ. അതെന്നുള്ള സ്വഭാവമാണ്. എന്നിട്ട് പറയും മഞ്ഞ എടുത്തുള്ളൂ, ഞാൻ മഞ്ഞ എടുത്തുള്ളൂ എന്ന്. കുഞ്ഞുവിന് പ്രത്യേകിച്ച് ഞാൻ മഞ്ഞ കൊടുക്കാറില്ല. കാരണം കുഞ്ഞുവിന് കഫക്കെട്ട് വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും രാത്രി കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേരും അപ്പുറത്ത് പോയിരുന്നു പഠിക്കണ്ട കേട്ടോ. ചിക്കനൊക്കെ വറുത്ത് ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അരി ഉഴുന്ന് അരയ്ക്കാൻ അതിൽ കുറച്ച് ചോറും ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ചോറ് ഇടുമല്ലോ. ചോറും ഇട്ടിട്ട് നാളെ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ പരിപാടി തീർന്നു. അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് വെച്ച് വിളിക്കാൻ ചെന്നപ്പോൾ എന്താണ്, അവൾ കിടന്നുറങ്ങുകയാണ്. ബുക്കൊക്കെ വെച്ച് കുറച്ച് നേരം പഠിച്ചിട്ട് നല്ല ഉറക്കം. അത് രാവിലെ 5:30 ആകുമ്പോൾ, 5 മണിയല്ല 5:30 കഴിയുമ്പോൾ എണീക്കുമല്ലോ. അതുകൊണ്ട് രാത്രി ആകുമ്പോഴേക്കും നല്ല ക്ഷീണമാവും. ഒരു 9:30-9 മണിയാകുമ്പോഴേക്കും ആൾക്ക് ഉറക്കം വന്ന് ഉറങ്ങി. അപ്പോൾ അത് എൻ്റെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി അവളെ വിളിച്ച് എണീപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം കിടത്തി ഉറക്കാനായിട്ട്. അത് നല്ലൊരു ചടങ്ങാണ്. ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.